നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ BJP പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടകൾക്ക് രാത്രിയിൽ നിയന്ത്രണം വേണം. ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ധനമന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന മാതൃകകൾ മികച്ചതെന്ന് ധനമന്ത്രി. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണം. കേരള പിറവി ദിനത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. 2018 നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം. റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണാ സമരവും നടത്തി. റൺ ഫോർ യൂണിറ്റി 2025 രാഷ്ട്രീയ ഏകതാ ദിവസ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ തലത്തിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് സമാപനം നവംബർ 4-ന് തൃക്കരിപ്പൂരിൽ നടക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ BJP പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. ദരിദ്രരെയും കർഷകരെയും സർക്കാർ അവഗണിക്കുകയാണെന്നും പ്രഖ്യാപനങ്ങൾ പൊള്ളയാണെന്നും അർഹമായ ആനുകൂല്യങ്ങൾ പോലും കാസർഗോഡിന് ലഭിക്കുന്നില്ലെന്നും BJP ആരോപിച്ചു. ഭാരതീയ ജനതാ കർഷക മോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായ്മൂടിക്കെട്ടി സമരം നടത്തിയത്. കേരളപ്പിറവി ദിനത്തിൽ മുഖ്യമന്ത്രി നടത്തുന്ന അതിദാരിദ്ര്യം മുക്ത കേരളം എന്ന പ്രഖ്യാപനം പൊള്ളയാണെന്നാരോപിച്ചാണ് പ്രതിഷേധം. കേരളത്തിൽ 5,91,134 അതിദരിദ്രർ നിലനിൽക്കെയാണ് ദാരിദ്ര്യമുക്തം പ്രഖ്യാപനമെന്നും ജില്ലയിൽ ആയിരക്കണക്കിന് അതിദാരിദ്ര കുടുംബങ്ങളെ നേരിട്ട് കാണിച്ചു നൽകാമെന്നും BJP ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ പറഞ്ഞു. കേരളപ്പിറവി ദിനമായ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അതിദാരിദ്ര്യമുക്ത കേരളമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായും കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് അതിദാരിദ്ര്യ മുക്തം എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുമില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഗവൺമെൻറ് ഈ രാജ്യത്തുള്ള സാധാരണ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്ന അരി, ഭക്ഷ്യ സാധനങ്ങൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ അട്ടിപ്പറവകാശം എടുക്കുവാനുള്ള യാതൊരു ധാർമ്മിക അവകാശവും പിണറായി വിജയനില്ല. പ്രത്യേകിച്ച് കാസർഗോഡ് പോലെയുള്ള ഒരു ജില്ലയിൽ അദ്ദേഹം ഒന്ന് യാത്ര ചെയ്താൽ മതിയാകും. ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ കാണിച്ചു തരാൻ BJPയും കർഷക മോർച്ചയും തയ്യാറാണ്. LDF സർക്കാരിന്റെ കീഴിൽ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെന്നും വനം വന്യജീവി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് പറഞ്ഞു. അത്തരത്തിൽ ഈ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണത്തിന് എതിരായിട്ട് അധികാരികളുടെ ഭാഗത്ത് ഒരു സമീപനവും ഇല്ല. കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ ഭയപ്പെടുന്ന സാഹചര്യം, തിരിച്ചു വരുന്നത് വരെ രക്ഷിതാക്കൾ ആശങ്കയോടെ കുട്ടികളെ കാത്തു നിൽക്കുന്ന സാഹചര്യം, അങ്ങനെ ജീവന് ഭീഷണിയായ ഈ മാരകമായ സംഭവങ്ങൾ ഗവൺമെൻറ് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ മിനിഞ്ഞാന്ന് 300ഓളം ആളുകൾ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക്, പരപ്പ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അതിൻ്റെ പ്രതിഫലനമൊന്നും കാണുന്നില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ അതിദാരുണമായ ജീവൽ പ്രശ്നമാണ്. പ്രതിഷേധ പരിപാടിക്ക് കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ സുകുമാരൻ കാലിക്കടവ് നേതൃത്വം നൽകി. ജില്ലാ ജനറൽ സെക്രട്ടറി സജീവ ചേവാർ, വൈസ് പ്രസിഡന്റുമാരായ ചന്ദ്രൻ നമ്പ്യാർ, സീതാറാം ഭണ്ഡാരി, മണ്ഡലം പ്രസിഡന്റുമാരായ മണി കാവുങ്കാൽ, ഗംഗാധരൻ K, അശോകൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ കാർത്തികേയൻ ഒമ്പ, ഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടകൾക്ക് രാത്രിയിൽ നിയന്ത്രണം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ചില കടകൾ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ വിലസുന്നതും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കടകൾക്ക് രാത്രിയിൽ നിയന്ത്രണം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചില കടകൾ കേന്ദ്രീകരിച്ച്
ലഹരി മാഫിയകൾ വിലസുന്നതും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി. ഡ്രൈവർമാർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഉൾപ്പെടെ സഹായകരമായി പ്രവർത്തിക്കുന്ന കടകൾക്ക് കളങ്കം ചാർത്തുന്ന തരത്തിലാണ് ലഹരി ഉൾപ്പെടെ വിൽപ്പന നടത്തുന്ന ചില കടകളുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം. ലഹരി മാഫിയ സംഘങ്ങൾ കൂടാതെ മോഷ്ടാക്കളും വിലസുന്നതായുള്ള പരാതിയും ശക്തമാണ്. നയാ ബസാർ, ഐല മൈതാനം എന്നിവിടങ്ങളിൽ നിന്നും അലുമിനിയം പാത്രങ്ങൾ കളവു പോകുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിലാരും പരാതി നൽകിയിട്ടുമില്ല. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ നേരത്തെ 12 മണിവരെ കടകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശമാണുണ്ടായിരുന്നതെന്നും എന്നാൽ അതിനെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പുലരും വരെ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതെന്നും ഇത് ലഹരി മാഫിയകളെ സഹായിക്കുന്ന നിലപാടാണെന്നും നാട്ടുകാർ പറയുന്നു. അതിനാൽ തന്നെ രാത്രികാല കടകളിൽ കൃത്യമായ നിരീക്ഷണവും ഒപ്പം നിയന്ത്രണവും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നീലേശ്വരം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ധനമന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. നീലേശ്വരത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സാധ്യമായതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. നീലേശ്വരം ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രൗഢമായ ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. നീലേശ്വരത്ത് മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് സാധ്യമായതിൽ സന്തോഷമുണ്ടെന്നും നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അനവധി വികസന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ മേഖല കേരളത്തിലാണെന്നത് അഭിമാനകരമാണെന്നും പഞ്ചായത്തുകളിലും നഗരസഭകളിലും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മുമ്പ് പഞ്ചായത്ത് ഓഫീസും വില്ലേജ് ഓഫീസും ഒക്കെ അംഗൻവാടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ സ്മാർട്ട് അംഗൻവാടിയാണ്. ഇന്ന് കരുനാഗപ്പള്ളിയിൽ ഒരു പ്രൈമറി സ്കൂളിന്റെ പുതുക്കിയ കെട്ടിടത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായപ്പോൾ ടീച്ചർമാർ പറയാം ഞങ്ങൾക്ക് ഒന്നുകൂടെ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ആ ക്ലാസ് മുറി അത്ര നല്ലതാണ്. AC ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് മുറിയാണ് പേരന്റ് PTA ഒക്കെ സഹായത്തോടെ. അപ്പൊ സൗകര്യങ്ങൾ വളരെയേറെ വർദ്ധിച്ചു വരുവാണ്. കെട്ടിടങ്ങളുടെ ബിൽഡിംഗ്, പിന്നെ ഓരോ ഓഫീസുകളുടെ. അത് നമ്മുടെ കേരളത്തിന്റെ ഒരു മാറ്റമാണ്. പണ്ട് പുറത്തേക്ക് ജോലി ചെയ്യാൻ പോയ ആൾക്ക് ഇപ്പൊ നാട്ടിൽ പലതും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് ഇക്കാലത്തിനകത്ത് എടുക്കുന്ന ഒരു സമീപനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ വികസനം ഉണ്ടാവുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത്രയും വിപുലമായ പദ്ധതികളുള്ളത് കേരളത്തിലേ ഉള്ളൂ. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരുന്നു. P ബേബി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി. ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനായി പിന്തുണ നൽകിയവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ PV വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ MP P കരുണാകരൻ, മുൻ MLA KP സതീഷ് ചന്ദ്രൻ, ജില്ലാ ആസൂത്രണ സമിതി അംഗം VV രമേശൻ, KURDFC മാനേജിംഗ് ഡയറക്ടർ S പ്രേംകുമാർ, മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ PP മുഹമ്മദ് റാഫി, സ്ഥിരം സമിതി ചെയർമാൻമാരായ KP രവീന്ദ്രൻ, V ഗൗരി, ഷംസുദ്ദീൻ അരിഞ്ചിറ, TP ലത, P ഭാർഗവി, വാർഡ് കൗൺസിലർ TV ഷീബ, മുനിസിപ്പാലിറ്റി മുൻ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TV ദാമോദരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഏറുവാട്ട് മോഹനൻ, KV ദാമോദരൻ, മാമുനി വിജയൻ, പ്രസ് ഫോറം പ്രസിഡന്റ് സേതു ബംഗളം, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നീലേശ്വരം നഗരസഭാ ചെയർപേഴ്സൺ TV ശാന്ത സ്വാഗതവും നഗരസഭാ സൂപ്രണ്ട് സുധീർ തൈക്കടവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങളിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് പ്രീമിയം വർധന പിൻവലിക്കുക, വിലക്കയറ്റം തടയുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു.
സിന്ദാബാദ് കെഎസ്എസ്പിഎ സിന്ദാബാദ് പ്രക്ഷേപണ സിന്ദാബാദ് പ്രക്ഷേപണ സിന്ദാബാദ് തുടർന്ന് നടന്ന ധർണാ സമരം സംസ്ഥാന കൗൺസിലർ എം നാരായണ ഉദ്ഘാടനം ചെയ്തു. 12ാമത്തെ ശമ്പള കമ്മീഷനാണ് ഈ കഴിഞ്ഞ വർഷം 2024 തന്നെ നടപ്പിലാക്കേണ്ടത്. അതാണ് ഇന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഓരോ 5 വർഷം കഴിയുമ്പോഴും ശമ്പള പരിഷ്കരണ, പെൻഷൻ പരിഷ്കരണ ആ കമ്മീഷനെ നിയോഗിക്കുക എന്നത് അത് നേരത്തെ ഉള്ള നമ്മുടെ ഒരു കീഴ്വഴക്കമായിരുന്നു. അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. നമ്മൾ ഇന്ന് ഏത് നിലയ്ക്കാണ് നമ്മുടെ ജീവനക്കാരും പെൻഷനുകാരും പോകുന്നത്, അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം. നമ്മുടെ കഴിഞ്ഞ ശമ്പള നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ കാടകം, ജില്ലാ സമിതി അംഗങ്ങളായ കെ രമണി, കെ വി മുകുന്ദൻ മാസ്റ്റർ, ടി കെ ശ്രീധരൻ മാസ്റ്റർ, സുജാത കെ വി, സുശീല കെ സി, എം ലക്ഷ്മി, ശാന്ത കെ, എം കേശവൻ, അശോകൻ വി, മാധവ നായിക്, കൃഷ്ണദാസ് ഡി, കെ കൃഷ്ണൻ, സി എച്ച് ബാബു, പി എ പള്ളിക്കുഞ്ഞി, ബേബി സുലേഖ, ബാലകൃഷ്ണൻ കൊട്ടംകുഴി, ചന്തുക്കുട്ടി, മുഹമ്മദ് അലി, എസ് രാജൻ, കെ തിലക, തോമസ് വി ടി, കെ കൃഷ്ണൻ, എ ദാമോദരൻ നായർ, രവീന്ദ്രൻ കെ, മുരളീധരൻ കെ എൻ, യൂസഫ് കെ, മോളി, അബ്ദുൽ മുനീർ എ എം, കെ ഹരീഷ ഷെട്ടി, ഗോപാലൻ ഒ, അബ്ദുൽ റസാഖ് എന്നിവർ സംസാരിച്ചു. നിയോജക മണ്ഡലം സെക്രട്ടറി സീതാരാമ മല്ലം സ്വാഗതവും വനിതാ ഫോറം സെക്രട്ടറി ശോഭന എ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ AKRRDA റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനം നവംബർ 1 താലൂക്ക് സപ്ലൈ ഓഫീസ് പടിക്കൽ മാർച്ചും ധർണാ സമരവും നടത്തി. 2018 നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു അസോസിയേഷൻ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. റേഷൻ വ്യാപാരികളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കാസർഗോഡ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. 2018 നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS അപാകതകൾ പരിഷ്കരിക്കുക, മണ്ണെണ്ണ കോടതി ഉത്തരവിൻ പ്രകാരം വാതിൽപ്പടി വിതരണം ചെയ്യുക, റേഷൻ ക്ഷേമനിധി വിഹിതം സർക്കാർ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോഡ് AKRRDA ഭവനിൽ നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരനെ കണ്ടില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു വിലയുമില്ലാതെ നിൽക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനം, അത് എന്താ അതിനെക്കുറിച്ച് പറയാൻ? ജനങ്ങളതിന് മറുപടി കൊടുക്കും. ജനങ്ങളതിന് മറുപടി കൊടുക്കുമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ പ്രതിഷേധ സംഘം ഇവിടെ നടത്തുന്ന റേഷൻ പേഴ്സിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സമര സംരംഭങ്ങൾ ഇവിടെ നടക്കുകയാണ്. താലൂക്ക് പ്രസിഡന്റ് ബാലകൃഷ്ണ ബല്ലാൾ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ശങ്കർ ബെള്ളിഗെ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയൻ നായർ, ജില്ലാ ട്രഷറർ ലോഹിതാക്ഷൻ നായർ, ജില്ലാ സെക്രട്ടറി TK അബ്ദുൽ ഖാദർ, PA അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി പ്രദീപ് മാടക്കൽ സ്വാഗതവും താലൂക്ക് വൈസ് പ്രസിഡന്റ് വസന്ത ഷേണായി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. റൺ ഫോർ യൂണിറ്റി 2025 രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ തലത്തിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി BV വിജയഭാരത് റെഡ്ഡി IPS ഫ്ലാഗ് ഓഫ് ചെയ്തു. റൺ ഫോർ യൂണിറ്റി 2025 രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ തലത്തിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPS ഫ്ലാഗ് ഓഫ് ചെയ്തു. മാലിക് ദിനാർ പള്ളിക്ക് സമീപം മുതൽ
മല്ലികാർജുന ക്ഷേത്ര പരിസരം വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷൻ തലത്തിൽ SHOമാരുടെ നേതൃത്വത്തിൽ ജനമൈത്രി പോലീസ് സംഘടിപ്പിച്ച കൂട്ടയോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് SP ബാലകൃഷ്ണൻ നായർ P, ജില്ലാ അഡീഷണൽ SP ദേവദാസൻ, കാസർഗോഡ് ASP ഡോക്ടർ നന്ദഗോപൻ M IPS, DCRB DYSP മണികണ്ഠൻ, പൊതുജനങ്ങൾ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും SPC കേഡറ്റുകളും കൂട്ടയോട്ടത്തിന്റെ ഭാഗമായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്ത്രീ ശാക്തീകരണവും സുരക്ഷിത ബാല്യവും മികവാർന്ന രക്ഷാകർതൃത്വവും ലക്ഷ്യമിട്ട് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പിലാക്കി വരുന്ന ക്യാമ്പയിൻ ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക്. ബാക്ക് ടു ഫാമിലിയുടെ CDS തല അയൽക്കൂട്ട സംഗമത്തിന്റെ സമാപനം നവംബർ 4 വൈകുന്നേരം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ ശാക്തീകരണം, സുരക്ഷിത ബാല്യം, മികവാർന്ന രക്ഷാകർതൃത്വം, കുടുംബാരോഗ്യം, കുട്ടിയും അവകാശവും എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പൗരബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. കുട്ടികളുടെയും കുടുംബങ്ങളുടെയും ആരോഗ്യത്തെ മികച്ച രക്ഷാകർതൃത്വത്തിലൂടെ പരിപോഷിക്കുന്നതും സ്ത്രീ ശാക്തീകരണത്തിലൂന്നിയ ശേഷിയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതും ആരോഗ്യ സാക്ഷരതയുള്ള കുടുംബം എന്ന നേട്ടം കൈവരിക്കുന്നതുമാണ് ബാക്ക് ടു ഫാമിലിയിലൂടെ ലക്ഷ്യമിടുന്നത്. കുടുംബശ്രീ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താൻ മാത്രമുള്ള പദ്ധതിയല്ല ബാക്ക് ടു ഫാമിലി, മറിച്ച് സാമൂഹിക ജീവിതത്തിൽ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് തരണം ചെയ്യുന്നതിനും ആധുനിക കാലഘട്ടത്തിൽ സാഹചര്യങ്ങളെയും ജീവിത മുന്നേറ്റത്തിനുള്ള അവസരങ്ങളെയും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് പദ്ധതിയിലൂടെ കുടുംബങ്ങളെ പ്രാപ്തരാക്കുകയാണ്. ജില്ലയിലെ 12,486 അയൽക്കൂട്ടങ്ങളിലെ 1,87,825 അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 42 CDSകളുടെ നേതൃത്വത്തിലായി വിവിധ വിഷയങ്ങളെ മുൻനിർത്തി രക്ഷാകർതൃത്വ ശേഷിയിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ മൊഡ്യൂൾ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 777 ജനപ്രതിനിധികൾ വിദഗ്ധ പരിശീലകരായി സെപ്റ്റംബർ 22 മുതൽ ആരംഭിച്ച ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് ജില്ലയിലെ 65 സ്കൂളുകളിലും നടപ്പാക്കുന്നുണ്ട്. കുടുംബശ്രീ സംഘടനാ സംവിധാന ചർച്ചകൾക്ക് ശേഷം സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് നേതൃത്വം നൽകുന്ന ലൈബ്രറിയിലൂടെ ADS ഭാരവാഹികൾക്ക് ചുമതല നൽകി പുസ്തകവണ്ടിയിലൂടെ യൂണിറ്റുകൾക്ക് പുസ്തകങ്ങൾ എത്തിക്കും. ഇതിനായി 1,00,000 പുസ്തകങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു പ്രദേശത്തെ വീടുകളിലെ അകലമടുപ്പിക്കാൻ ഈ പരിപാടിയിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. ബാക്ക് ടു ഫാമിലിയിലൂടെ തുടർച്ചയിൽ പൊതുയിടങ്ങളിലും പൊതുവിദ്യാലയങ്ങളിലും ആവശ്യമായ ബോധവത്കരണ പരിപാടികളും ആലോചനയിലുണ്ട്. ഭയമില്ലാതെ ജീവിതത്തെ സന്തോഷകരമാക്കാനുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം. ബാക്ക് ടു ഫാമിലിയിലൂടെ CDS തല അയൽക്കൂട്ട സംഗമത്തിന്റെ സമാപനം നവംബർ 4 നടക്കും. വൈകുന്നേരം 3 മണിക്ക് തൃക്കരിപ്പൂർ തങ്കയം കേന്ദ്രീകരിച്ച് ടൗണിലെ സമാപന നഗരിയിലേക്ക് ഘോഷയാത്ര നടക്കും. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മിനി സ്റ്റേഡിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായിരിക്കും. കുടുംബശ്രീ മിഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ CDS സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ, കുടുംബശ്രീ മിഷൻ ജില്ലാ അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ D ഹരിദാസ്, തൃക്കരിപ്പൂർ CDS അധ്യക്ഷ M മാലതി, മെമ്പർ സെക്രട്ടറി CA സിബി ജോർജ്, ബ്ലോക്ക് കോഓർഡിനേറ്റർ A ജ്യോതിഷ്, കുടുംബശ്രീ പബ്ലിക് റിലേഷൻ ഓഫീസർ K അമ്പിളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി കാസർഗോഡ് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത കേരള സർക്കാരിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത കേരള സർക്കാരിന് അഭിവാദ്യം ചെയ്തുകൊണ്ട് CITU കാസർഗോഡ് ഏരിയ കമ്മിറ്റി ടൗണിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗം CITU ജില്ലാ സെക്രട്ടറി K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും
കേരള സർക്കാർ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തത് കേരള ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണെന്നും കെ രവീന്ദ്രൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആശാ വർക്കർമാരുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാരുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ ഹരിത കർമ്മസേനയുടെ അംഗങ്ങളെ തൊഴിലാളികളെ കാര്യത്തിലായാലും, എല്ലാ വിഭാഗം ടീം വർക്കേഴ്സിനും എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഗുണകരമായിട്ടുള്ള കാര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ്, കേരളത്തിലെ ക്യാബിനറ്റ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയാൽ ആ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഒന്നൊന്നായി നടപ്പിലാക്കുന്ന, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെന്റായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഏരിയ പ്രസിഡന്റ് എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി PV കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. P ശിവപ്രസാദ്, K വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ നൽകുന്ന WHO ഏഞ്ചൽസ് അവാർഡ് കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ലഭിച്ചതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. WHO സ്ട്രോക്ക് മാനേജ്മെന്റിനുള്ള പദവി ലഭിച്ചത് അഭിമാനകരമായ കാര്യമാണെന്നും ഈ നേട്ടം ആശുപത്രിയുടെ യാത്രയിലെ ഒരു മികച്ച നാഴികക്കല്ലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മസ്തിഷ്കാഘാത രോഗികളുടെ മികച്ച മാനേജ്മെന്റിന് വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ WHO നൽകുന്ന WHO ഏഞ്ചൽസ് അവാർഡ് വജ്രവിഭാഗം കരസ്ഥമാക്കി കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി. 2024 മികച്ച ആശുപത്രിക്കുള്ള WHO പ്ലാറ്റിനം അവാർഡും വിൻടച്ച് ആശുപത്രിക്ക് ലഭിച്ചിരുന്നു. ഈ വർഷവും WHO ഏറ്റവും ഉന്നതമായ അവാർഡായ ഏഞ്ചൽസ് അവാർഡ് കൂടി ലഭിച്ചതോടെ തുടർച്ചയായ വർഷങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആദ്യത്തെ ആശുപത്രി എന്ന അംഗീകാരമാണ് വിൻടച്ച് ആശുപത്രി കരസ്ഥമാക്കിയിരിക്കുന്നത്. WHO സ്ട്രോക്ക് മാനേജ്മെന്റിനുള്ള പദവി ലഭിച്ചത് അഭിമാനകരമായ കാര്യമാണെന്നും ഈ നേട്ടം ആശുപത്രിയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണെന്നും അധികൃതർ അറിയിച്ചു. കൂടാതെ രോഗികൾക്ക് മികച്ച സേവനങ്ങൾ നൽകുന്നതിനായി ഡോക്ടർമാർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വിൻടച്ച് ആശുപത്രി സ്ട്രോക്ക് മാനേജ്മെന്റിന്റെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച കേന്ദ്രങ്ങളിലൊന്നാണെന്നും ഈ മേഖലയിലെ ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ അറിയുന്ന പരിചയസമ്പന്നരായ മെഡിക്കൽ വിദഗ്ധരുടെ ഒരു സംഘം തന്നെ ആശുപത്രിയിലുണ്ടെന്നും അധികൃതർ വിശദീകരിച്ചു. ദേശീയ അംഗീകാരവും അന്തർദേശീയ അംഗീകാരം കിട്ടിയ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. നമുക്ക് NABHൻ്റെ എൻട്രി ലെവൽ അംഗീകാരം ഈ ആശുപത്രിയെ തേടിയെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷൻ്റെ കഴിഞ്ഞ വർഷം പ്ലാറ്റിനം അവാർഡും ഈ വർഷം ഡയമണ്ട് അവാർഡും ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ റീജിയനിൽ തുടർച്ചയായ വർഷങ്ങളിൽ ഈ അവാർഡ് കരസ്ഥമാക്കുന്ന ആദ്യത്തെ ആശുപത്രി എന്ന അപൂർവ ബഹുമതിയും ഈ 2 കൊല്ലത്തിനിടയിൽ നമ്മുടെ ആശുപത്രിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിനേറ്റവും ചുക്കാൻ പിടിച്ചിരിക്കുന്ന ആളുകളെന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രിയുടെ MD ആയിട്ടുള്ള ശ്രീ മുനവർ ഡാനിഷ് അവറുകളും അതുപോലെ തന്നെ നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഷമീം ഡോക്ടർ കട്ടത്തെടുക്കിയുമാണ്. ആ ചെറുപ്പക്കാരുടെ വിഷൻ ആണ് നമ്മളെ നയിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. വിൻടച്ച് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭമായ മുഹൂർത്തമാണെങ്കിലും അതിലേറെ സന്തോഷകരമായ നിമിഷം കൂടിയാണ്. ഡോക്ടർ മുഹമ്മദ് ഷമീം കട്ടക്കാൽ, ഡോക്ടർ മുനവീർ ഡാനിഷ്, ഐശ്വര്യ അശോകൻ, CEO TP രഞ്ജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡിനെ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയാക്കി വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ കാസർഗോഡ് ഫെസ്റ്റ് തുടങ്ങി. ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സെറിയൽ വെള്ളച്ചാട്ടവുമെല്ലാം ഫെസ്റ്റിൽ വിസ്മയ കാഴ്ചയൊരുക്കുകയാണ്. വിനോദത്തിന് പുറമെ ഷോപ്പിംഗിന്റെ മഹാലോകവും ഇവിടെ സജ്ജമാണ്. വെള്ളച്ചാട്ടത്തിന്റെ ആവേശക്കാഴ്ചയിൽ വിനോദത്തിന്റെ അദ്ഭുത ഭൂമികയായി മാറിയിരിക്കുകയാണ് സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ്. DJ അമ്യൂസ്മെന്റ്സ് അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഫെസ്റ്റിൽ ലോകപ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ
സറിയൽ വെള്ളച്ചാട്ടവുമെല്ലാം കാസർഗോഡിനെ മായാലോകമാക്കുകയാണ്. പ്രൗഢമായ ചടങ്ങിൽ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നയാഗ്ര സറിയൽ വെള്ളച്ചാട്ടങ്ങളുടെ പ്രദർശനോദ്ഘാടനം കാസർഗോഡ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷംസീദ ഫിറോസും കാസർഗോഡ് നഗരസഭ പ്രതിപക്ഷ നേതാവ് പി രമേശും നിർവഹിച്ചു. റോബോട്ടിക് ഡോഗ് പ്രദർശനവും സ്റ്റാളുകളുടെ പ്രദർശനവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സഹീർ ആസിഫും ഖാലിദ് പച്ചക്കാടും നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ രാജീവൻ നമ്പ്യാർ, ബിജു ഉണ്ണിത്താൻ, TMA കരീം, DJ അമ്യൂസ്മെന്റ്സ് ചീഫ് കോർഡിനേറ്റർ അർജുനൻ തായലങ്ങാടി, മാനേജർമാരായ ബെന്നി, ജോർജ്, രവി എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 7 ലോകാത്ഭുതങ്ങളിലൊന്നും US-ന്റെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ നയാഗ്ര വെള്ളച്ചാട്ടം, ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടം എന്നീ പ്രകൃതിയുടെ ദൃശ്യവിരുന്നുകളെ പ്രത്യേക സാങ്കേതിക വിദ്യയിലൂടെ കാസർഗോഡ് ഫെസ്റ്റിൽ പുനരവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക്, ഫാമിലി ഗെയിംസ്, കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി കുടുംബത്തിനൊന്നാകെ വന്ന് നിറഞ്ഞാസ്വദിക്കുവാൻ വിനോദത്തിൻ്റെ ഒരു മഹാലോകം തന്നെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്. വിനോദത്തിനു പുറമെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഷോപ്പ് ചെയ്യാൻ ഷോപ്പിങ്ങിൻ്റെ വിസ്മയ ലോകവും ഇവിടെ സജ്ജമാണ്. രാജസ്ഥാൻ ഉൽപ്പന്നങ്ങൾ, നോർത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രൊഡക്റ്റുകളും ഇവിടെ നിന്നും ലഭിക്കും. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടുമുണ്ട്. കൂടാതെ മാരുതി കാർ സർക്കസ്, റോബോട്ടിക് ഡോഗ്സ് എന്നിവയും ഫെസ്റ്റിലുണ്ടാകും. വിദ്യാനഗർ പ്രിൻസ് ഐസ് ഫാക്ടറിക്ക് സമീപമുള്ള പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് 3 മണി മുതൽ രാത്രി 9:30 വരെയായിരിക്കും കാസർഗോഡ് ഫെസ്റ്റിൽ പ്രദർശനമുണ്ടാകുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്തിലെ സൂർലു സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ പഞ്ചായത്തിലെ സൂർലു നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. മധൂർ പഞ്ചായത്തിലെ സൂർലു സ്മാർട്ട് അംഗൻവാടി ഉത്സവാന്തരീക്ഷത്തിൽ നാടിന് സമർപ്പിച്ചു. പ്രൗഢമായ ചടങ്ങിൽ NA നെല്ലിക്കുന്ന് MLA അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ വികസനം എന്ന് പറയുമ്പോൾ നമുക്കതിന് രാഷ്ട്രീയമില്ല. അത് BJP കൊണ്ടുവരുന്നതാണോ, ലീഗ് കൊണ്ടുവരുന്നതാണോ, കോൺഗ്രസ് കൊണ്ടുവരുന്നതാണോ, അല്ലെങ്കിൽ CPM കൊണ്ടുവരുന്നതാണോ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു നാടിന്റെ വികസനമാണ് ലക്ഷ്യമെങ്കിൽ ആ പദ്ധതിയെ നമ്മൾ ഇരും കൈയിലേക്ക് സ്വീകരിക്കണം. അപ്പോൾ ഇപ്പോൾ ഈ അങ്കണവാടിയിൽ പഠിക്കുന്നത് പാവപ്പെട്ട ആളുകളാണ്. എല്ലാ ജാതിയിലും മതത്തിലും ഒക്കെ ഉള്ള ആളുകൾ അങ്കണവാടിയിൽ പഠിക്കുന്നു എന്നാണ് കലക്ടർ പറഞ്ഞത്. ആ കലക്ടർ അന്ന് പറഞ്ഞത് ശരിയാണ് എന്ന് ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്. ഇവിടെ സാരി ഉടുത്ത സ്ത്രീകളുണ്ട്, പർദ്ദയണിഞ്ഞ സ്ത്രീകളുണ്ട്, തലക്ക് തൊപ്പി വെച്ച ആളുകളുണ്ട്, തൊപ്പി വെക്കാത്ത ആളുകളുണ്ട്. അപ്പൊ അതിൻ്റെ അർത്ഥം എല്ലാ ആളുകളും പഠിക്കുന്നതാണ് നമ്മൾ അങ്കണവാടി എന്ന് പറയുന്നത്. ഈ സുർലു ഭാഗത്തെ ആ കുട്ടികൾക്ക് എത്രമാത്രം സൗകര്യമാണ് ഈ അങ്കണവാടിയുടെ കിട്ടാൻ പോകുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്മിജ വിനോദ്, സ്റ്റാൻഡിംഗ് ചെയർമാൻമാരായ യശോദ S. നായക്, ഉമേഷ് ഗട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകുമാര കുതിരേപ്പാടി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീമതി ടീച്ചർ, C. ഉദയകുമാർ, അബ്ദുൽ ജലീൽ, ഹബീബ് ചെട്ടുംകുഴി, സ്മിത സുധാകരൻ, ഉഷ സുരേഷ്, സൗമ്യ ദിനേശ്, TK ജനനി, K. രതീഷ്, അമ്പിളി, CH ഉദയകുമാർ, KDP സ്പെഷ്യൽ ഓഫീസർ V. ചന്ദ്രൻ, നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP. രാജ്മോഹൻ, ICDS CDPO തില ബാബു, പഞ്ചായത്ത് സെക്രട്ടറി നീതു ഷിജിമോൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പറും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ രാധാകൃഷ്ണ സൂർലു സ്വാഗതവും അംഗൻവാടി ടീച്ചർ
കെ സ്മിത നന്ദിയും പറഞ്ഞു. നാടിൻ്റെ ഉത്സവമായി മാറിയ ഉദ്ഘാടന പരിപാടിയിൽ വിവിധ ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സംഘടിപ്പിച്ച കിൻഡർ ഫെസ്റ്റ് വർണ്ണാഭമായി. ഹെഡ്മിസ്ട്രസ് ലീലാവതി കെ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബാലഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കിൻഡർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ കിൻഡർ ഫെസ്റ്റിനെ വർണ്ണാഭമാക്കി. ഹെഡ്മിസ്ട്രസ് ലീലാവതി കെ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വെങ്കിട്ടരമണ ഹൊള്ള അധ്യക്ഷത വഹിച്ചു. സുജാത ടീച്ചർ സ്വാഗതം പറഞ്ഞു. രാധാമണി ടീച്ചർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അനിത ടീച്ചർ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പേസ് ഗ്രൂപ്പിന്റെ രജത ജൂബിലി. പേസ് സിൽവിയോറ 2025 ഭാഗമായി PA ഫസ്റ്റ് ഗ്രേഡ് കോളേജിന്റെ ആഭിമുഖ്യത്തിലുള്ള നാഷണൽ ലെവൽ ഫെസ്റ്റിവൽ ഓഫ് ടാലൻസ്, ക്യാമ്പസ് ക്രോമ 2025, ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു. KCCI പ്രസിഡന്റ് PB അഹമ്മദ് മുദസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PA കോളേജ് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പേസ് ഗ്രൂപ്പിന്റെ രജത ജൂബിലി പേസ് സിൽവിയോറ 2025 ഭാഗമായി PA ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ നടന്ന നാഷണൽ ലെവൽ ഫെസ്റ്റിവൽ ഓഫ് ടാലൻസ്, ക്യാമ്പസ് ക്രോമ 2025, ഫുഡ് ഫെസ്റ്റ് എന്നിവ പ്രതിഭയും സർഗാത്മകതയും വളർത്തിയെടുക്കുന്നതിൽ സ്ഥാപനത്തിന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായി മാറി. KCCI പ്രസിഡന്റ് PB അഹമ്മദ് മുദസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PA കോളേജ് പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകി വിദ്യാർത്ഥികളുടെ സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രിൻസിപ്പാൾ ഡോക്ടർ സർഫ്രാസ് ജെ ഹാസിം അധ്യക്ഷത വഹിച്ചു. യുവശക്തി സർഗാത്മക ശേഷി വർദ്ധിപ്പിക്കുന്ന ഈ പരിപാടി വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനായുള്ള ഉത്തമവേദിയായി വിനിയോഗിച്ചു. സമാപന ചടങ്ങിൻ്റെ മുഖ്യാതിഥിയായി ഫുഡ് ബ്ലോഗർ അബ്ദുൽ ബാസിം നാലകത്ത് പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഫുഡ് മേളയിലെ മികച്ച സ്റ്റാളിനെ തെരഞ്ഞെടുത്ത് അഭിനന്ദിച്ചു. വിശിഷ്ടാതിഥികളായ കമ്പാസ് AGM ഷർഫുദ്ദീൻ PK, ഫാർമസി കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സലീമുള്ള ഖാൻ, PA പോളിടെക്നിക് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഇസ്മായിൽ ഖാൻ, പർച്ചേസ് മാനേജർ ഹാരിസ് TD, പേസ് പ്രിൻസിപ്പാൾ ഡോക്ടർ രമീസ് MK, PA IP പ്രിൻസിപ്പൽ ഡോക്ടർ അഫീഫ സലീം, ഡോക്ടർ സയ്യിദ് അമീൻ അഹമ്മദ്, ഫിസിക്കൽ ഡയറക്ടർ ഡോക്ടർ ഇക്ബാൽ, ഷഫിന സയ്യിദ് ഇസ്മായിൽ, PA FGC വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ G ഹരികൃഷ്ണൻ, IQAC കോർഡിനേറ്റർ വാണി ശ്രീ വൈ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ അബ്ദുൽ സമീർ, ഗുരുരാജ്, സാജിർ അഹമ്മദ് തുടങ്ങിയവർ പരിപാടി നിയന്ത്രിച്ചു. വിവിധ വിഭാഗങ്ങളിൽ നടന്ന 10ലധികം മത്സരങ്ങളിൽ എക്സ്പേർട്ട്, പ്രസ്റ്റീജ്, കണ്ടച്ചൂർ, കുനിൽ, വിശ്വമംഗള, കാനറ, കുനിൽ സ്കൂൾ മുട്ടം, ഷിഹാബ് സ്കൂൾ മംഗൽപാടി തുടങ്ങിയ കേരളത്തിലെയും കർണാടകയിലെയും 15ഓളം കോളേജുകൾ പങ്കെടുത്തു. ഓവറോൾ ചാമ്പ്യനായി കണ്ണച്ചൂർ PUവും റണ്ണറപ്പായി വിശ്വമംഗള PUവും എക്സ്പേർട്ട് PUവും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ 4ാമത് മാധ്യമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്രമാധ്യമ അവാർഡിന് മലയാള മനോരമയുടെ കാസർഗോഡ് ലേഖകൻ P ചന്ദ്രമോഹനനും ദൃശ്യമാധ്യമ അവാർഡിന് കണ്ണപുരത്തെ ഷാജി കീഴറയുമാണ് അർഹരായത്. ഈ വർഷത്തെ തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മലയാള മനോരമയുടെ ആദ്യകാല ലേഖകനുമായ TV ചവിണിയൻ സ്മാരക പത്രമാധ്യമ അവാർഡ്, മലയാള മനോരമയുടെ കാസർഗോഡ് ലേഖകൻ P ചന്ദ്രമോഹനനും പ്രസ് ഫോറം മുൻ പ്രസിഡന്റ് K കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് സീൽ TV റിപ്പോർട്ടർ കണ്ണപുരത്തെ ഷാജി കീഴർക്കും സമ്മാനിക്കും. നവംബർ 14-ന് തൃക്കരിപ്പൂരിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് അവാർഡുകൾ വിതരണം ചെയ്യും. മാധ്യമപ്രവർത്തകരായ രജീഷ് കുളങ്ങര, P ശില്പ, MP ബിജീഷ്, AG ഷക്കീർ എന്നിവരെ അവാർഡ് ദാന ചടങ്ങിൽ അനുമോദിക്കും. കഴിഞ്ഞ 3 വർഷങ്ങളിൽ നമ്മൾ ഈ അവാർഡ് നൽകി വരുന്നുണ്ട്. ഇത്തവണ അവാർഡ് ദാനത്തോടൊപ്പം
നമ്മുടെ പത്രപ്രവർത്തന മേഖലയിൽ, തൃക്കരിപ്പൂരിൻ്റെ പത്രപ്രവർത്തന മേഖലയിൽ ദീർഘകാലം പ്രവർത്തിച്ച നമ്മുടെ പ്രസ് ഫോറത്തിൻ്റെ രൂപീകരണ കാലം മുതൽ അതിൻ്റെ ഭാരവാഹിയായും മറ്റും പ്രവർത്തിച്ച നമ്മുടെ VT ഷാഹുൽ ഹമീദിനെ അനുസ്മരിക്കുകയൂടെ ചെയ്യുന്ന പരിപാടി ഇത്തവണ ഏർപ്പെടുത്തുന്നു. TV ഷാഹുൽ ഹമീദ് അനുസ്മരണ പ്രഭാഷണം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് AGC ബഷീർ നടത്തും. വാർത്താസമ്മേളനത്തിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട്, കൺവീനർ A മുകുന്ദൻ, പ്രസ് ഫോറം പ്രസിഡന്റ് P മഷൂദ്, സെക്രട്ടറി KV സുധാകരൻ, TV ചന്ദ്രദാസ്, P പ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരളപ്പിറവി ദിനത്തിൽ കൗതുക കാഴ്ചയൊരുക്കി ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവ നഗരി. ഒന്നാം വേദിക്ക് മുന്നിൽ വാഴയിലയിൽ കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയത് കലോത്സവ നഗരിയിൽ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ച സമ്മാനിച്ചു. കേരളപ്പിറവി ദിനത്തിൽ 64ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കലോത്സവം നടക്കുന്ന ഒന്നാം വേദിക്ക് മുന്നിൽ കേരളത്തിന്റെ ഭൂപടം ഒരുക്കിയത് കാണികൾക്ക് നയന മനോഹര കാഴ്ച സമ്മാനിച്ചു. വാഴയിലയിലാണ് ഭൂപടം ഒരുക്കിയത്. അതിന് ചുറ്റുമായി വിളക്കുകൾ തെളിയിച്ചത് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ, മോഹൻ മാസ്റ്റർ, ബാബു മാസ്റ്റർ, PTA പ്രസിഡന്റ് സൗമ്യ, മറ്റു രാഷ്ട്രീയ പ്രവർത്തകർ, അധ്യാപകർ, AEO, നാട്ടുകാർ, കുട്ടികൾ തുടങ്ങിയവരാണ് ചിരാത് വിളക്കുകൾ കത്തിച്ച് കേരളത്തിന്റെ രൂപമുണ്ടാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോടോത്ത്. സംസ്ഥാനത്ത് പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനം KSSPO വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ സർക്കാർ വർദ്ധിപ്പിച്ച പ്രതിമാസ പ്രീമിയം പിൻവലിക്കണമെന്നും പദ്ധതിയിലെ നിബന്ധനകൾ എല്ലാ വിഭാഗത്തിനും ഒരുപോലെ ബാധകമാക്കണമെന്നും സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ടൗൺ ഹാളിൽ നടന്ന മണ്ഡലം സമ്മേളനം KSSPO വനിതാ ഫോറം സംസ്ഥാന സെക്രട്ടറി K സരോജിനി ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ തീർത്തും നമുക്കത് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പരസ്യങ്ങൾ, അതിന് കൊടുക്കുന്ന പൈസ, ഇതൊക്കെ ദൂർത്തല്ലേ എന്ന് നമുക്ക് പറയുമ്പോഴും നമുക്ക് തരാനുള്ള ആനുകൂല്യം നമ്മൾ കൂടുതലൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമുക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ അത് നമ്മളുടെ അവകാശമാണ് എന്ന് മാത്രം നമ്മൾക്ക് അറിയാമെങ്കിലും അത് തരാതെ നമ്മൾ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ വാക്ക് എന്താണ്? പെൻഷൻകാർ ചാവണം, പെൻഷൻകാർ ആണ് നമ്മളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറഞ്ഞ ഒരു മന്ത്രി. നമ്മൾ മറന്നുപോയോ? അന്നും നമ്മൾ അതിനു വേണ്ടി എതിർത്തു. കാരണം അങ്ങനെയുണ്ടോ ആരെങ്കിലും പറയാറ്? പ്രസിഡന്റ് V മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങൾക്കുള്ള ആദരവ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ഭാവ ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ മണ്ഡലം സെക്രട്ടറി KV രാജീവൻ, മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KV രാഘവൻ മാസ്റ്റർ, ചന്ദ്രൻ നാലപ്പാടാം, PK സത്യനാഥൻ മാസ്റ്റർ, K രവീന്ദ്രനാഥൻ പിള്ള, KV ഇന്ദിര ടീച്ചർ, രാഘവൻ മുട്ടത്ത്, C ദാമോദരൻ, K ഭവാനി ടീച്ചർ, KV കുഞ്ഞികൃഷ്ണൻ, P രാഘവൻ നായർ, PP ജയപ്രകാശ്, M ഗോപിനാഥൻ മാസ്റ്റർ, റാഷിദ BV, വത്സല ടീച്ചർ, D ലില്ലി എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം നിയോജകമണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. V സുധാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി ടൗണിൽ പെൻഷൻകാരുടെ പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ഫർവാനിയ ബജീജിലുള്ള മെട്രോ കോർപ്പറേറ്റ് ഹാളിൽ ബോധവൽക്കരണ മെഡിക്കൽ സെമിനാർ സംഘടിപ്പിച്ചു. KEAN മുൻ ചീഫ് പാർട്ണർ സത്താർ കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. ലോക സ്തനാർബുദ നിവാരണ മാസാചരണത്തിന്റെ ഭാഗമായും അതോടൊപ്പം കുവൈത്തിൽ ഹൃദയ സംബന്ധമായ രോഗകാരണം കൂടിവരുന്ന മരണസംഖ്യ, ബ്രസ്റ്റ് ക്യാൻസർ, കാർഡിയോളജി എന്നീ വിഷയത്തിൽ KEA കാസർഗോഡ് ജില്ലാ അസോസിയേഷൻ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ഫർവാനിയ ദജീജിലുള്ള മെട്രോ കോർപ്പറേറ്റ് ഹാളിൽ വെച്ച് ബോധവൽക്കരണ മെഡിക്കൽ സെമിനാർ നടത്തി.
KEA മുൻ ചീഫ് പാട്രോൺ സത്താർ കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി CH അധ്യക്ഷത വഹിച്ചു. സ്തനാർബുദത്തെക്കുറിച്ച് ഡോക്ടർ അഖില പ്രസന്നയും കാർഡിയോളജിയെക്കുറിച്ച് ഡോക്ടർ ഉത്തരയും ക്ലാസ് എടുത്തു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ബിസിനസ് മാനേജർ ഫൈസൽ ഹംസ, കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഹെഡ് ബഷീർ ബാത്ത, KEA ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രശാന്ത് നെല്ലിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി അസീസ് തളങ്കര സ്വാഗതവും ട്രഷറർ ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. കാസർഗോഡ് ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിനു വേണ്ടി ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ഇന്ത്യൻ കോഫി ഹൌസിന് മുകളിലായാണ് ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നത്. നവംബർ 3 ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് V. സുനിൽകുമാർ നിർവഹിക്കും. സംസ്ഥാന ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗമായിട്ട് ആ സംസ്ഥാനത്ത് പ്രചാരമുള്ള ഐറ്റങ്ങൾ കബഡി, ഖോഖോ ഇതൊന്നും ഒളിമ്പിക് ഈവന്റ് അല്ല, എങ്കിലും ഒളിമ്പിക് അസോസിയേഷന്റെ ഭാഗമാണ്. കേരളം, ജമ്മു കാശ്മീർ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്പോർട്സിന്റെ അഫക്സ് ബോഡി എന്ന് പറഞ്ഞാൽ ഒളിമ്പിക് അസോസിയേഷൻ. ഈ 2 സംസ്ഥാനമാണ് സ്പോർട്സ് കൗൺസിലിന്റെ ഒരു പ്രവർത്തനം ഉള്ളത്. മറ്റു സംസ്ഥാനങ്ങളിൽ സ്പോർട്സ് കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഒളിമ്പിക് അസോസിയേഷനാണ് ഉള്ളത്. ചടങ്ങിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് MV പ്രതീഷ് അധ്യക്ഷത വഹിക്കും. ജില്ലയിലെ നിരവധി കായിക അസോസിയേഷനുകളുടെ പ്രവർത്തന കേന്ദ്രമായി ഈ ഓഫീസ് മാറുമെന്ന് ഇവർ പറയുന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് MV പ്രതീഷ്, സെക്രട്ടറി M. അച്യുതൻ, സീനിയർ വൈസ് പ്രസിഡന്റ് MK രാജശേഖരൻ, M. രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആദിവാസി സമുദായത്തിന്റെ തനത് അനുഷ്ഠാന കലകളുമായി ഗോത്രബന്ധു കലാസമിതി തായനൂർക്ക് സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ ആദ്യ അവതരണം നടന്നു. ഒരു കുന്നിന്റെ ചുറ്റുപാടും ഊരുകളുള്ളപ്പോൾ താഴത്തെ ഊര് തായന്നൂരായി മാറിയത്രേ. ചുറ്റും കാടുമൂടിക്കിടന്ന ആ പ്രദേശത്ത് മാറി മാറി കുടിൽ കെട്ടി താമസിച്ച ആദിവാസി ഊരിൽ സന്ധ്യാനേരത്ത് ഊരുമുപ്പൻ തുടിയെടുത്ത് കൊട്ടിപ്പാടാൻ തുടങ്ങും. പാട്ടും കൊട്ടും മുറുകുമ്പോൾ ഊരുകളിലെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ എല്ലാവരും തുടിശബ്ദം കേട്ടെടുത്ത് കൂട്ടം കൂടും. ജന്മിയുടെ പാടത്ത് പകലന്തിയോളം പണിയെടുത്ത് തളർന്നെത്തുന്ന ഗോത്രജനതയുടെ സന്തോഷവും പ്രതിഷേധവും വിപ്ലവ മുദ്രാവാക്യങ്ങളുമായി അവരങ്ങനെ ചുവടുവയ്ക്കും. കോടോംബേളൂരിൽ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടപ്പാക്കി വരുന്ന നബാർഡ് ആദിവാസി വികസന പദ്ധതിയുടെ ഭാഗമായി 1 മാസത്തിലധികമായി ഗോത്രകലകളുടെ പരിശീലനം നടക്കുന്നു. മലവേട്ടുവൻ, മാവിലൻ വിഭാഗങ്ങളുടെ മംഗലം കളി, എരുതുകളി, വയനാട്ടിലെ പണിയ വിഭാഗത്തിന്റെ പണിയ നൃത്തം എന്നിവയിൽ 35 അംഗങ്ങൾ അടങ്ങുന്ന ടീം പരിശീലനം പൂർത്തീകരിച്ചിട്ടുണ്ട്. തനതായ ശൈലിയിൽ മാറ്റം വരുത്താതെയാണ് വേദിയിൽ അടക്കം അവതരിപ്പിക്കുക. രവി കുറ്റിയടക്കം, നാരായണൻ എന്നിവരാണ് മംഗലം കളി പരിശീലകർ. പണിയ സമുദായ അംഗവും നരിവേട്ട എന്ന ചിത്രത്തിലെ പണിയ ഭാഷാ വിവർത്തകനുമായ പ്രസാദ് ചുള്ളിയോടാണ് പണിയ നൃത്ത പരിശീലകൻ. അനുഷ്ഠാന കലാരൂപമായ എരുതുകളി ചന്ദ്രൻ വേങ്ങിച്ചേരിയുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കു മുൻപിൽ തായന്നൂർ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ഗോത്രകലകളുടെ ആദ്യ അവതരണം നടന്നു. നബാർഡ് DDM KS ഷാരോൺ വാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് P. ശ്രീജ, പഞ്ചായത്ത് മെമ്പർമാരായ രാജീവൻ ചീരോൽ, E. ബാലകൃഷ്ണൻ, പത്മനാഭൻ കുളമാവ്, ഗ്രീഷ്മ മനീഷ്, രാധിക വെങ്ങച്ചേരി, പ്രമോദ് തൊട്ടിലായി, KA ജോസഫ്, സതീന്ദ്രൻ ചീരോൽ, നാരായണൻ സർക്കാരി, ദാമോദരൻ മോയാലം തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് കോർഡിനേറ്ററും CRD പ്രോഗ്രാം മാനേജറുമായ EC ഷാജി സ്വാഗതവും രമേശൻ മലയാറ്റുകര നന്ദിയും പറഞ്ഞു. ഗോത്രകലാസംഘത്തിനു വേണ്ടി നബാർഡ് ഫണ്ടിൽ അനുവദിച്ച വാദ്യോപകരണങ്ങളും പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തായന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനത്തിൽ BJP പ്രതിഷേധം. കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തകർ വാമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടകൾക്ക് രാത്രിയിൽ നിയന്ത്രണം വേണം. ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. നീലേശ്വരം
മഞ്ചേശ്വരം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ധനമന്ത്രി KN ബാലഗോപാൽ നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന മാതൃകകൾ മികച്ചതെന്ന് ധനമന്ത്രി. ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണം. കേരള പിറവി ദിനത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. 2018 നിലവിൽ വന്ന വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം. റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണാ സമരവും നടത്തി. റൺ ഫോർ യൂണിറ്റി 2025 രാഷ്ട്രീയ ഏകതാ ദിവസ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ എല്ലാ പോലീസ് സ്റ്റേഷൻ തലത്തിലും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ബാക്ക് ടു ഫാമിലി അയൽക്കൂട്ടങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക് സമാപനം നവംബർ 4 തൃക്കരിപ്പൂരിൽ നടക്കും. മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.